ഐക്യജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തെക്കുംകര 18-ാം വാർഡ് സ്ഥാനാർത്ഥി നിഷ ജിനിയുടെ ഫ്ലെക്സ് ബോർഡുകൾ കത്തിച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നതെന്നും പരാജയഭീതി പൂണ്ട വർഗീയ വിഘടന ശക്തികളാണ് ഇതിന് പിന്നിലെന്നും കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ഇരുട്ടിന്റെ മറവിലാണ് സംഭവം നടന്നത്. CCTV ഇല്ലാത്ത പ്രദേശത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡാണ് തീയിട്ട് നശിപ്പിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇതേ സ്ഥലത്ത് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസന്റെ ഫ്ലെക്സ് ബോർഡും കത്തിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് UDF തെക്കുംകര മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. DCC ജനറൽ സെക്രട്ടറിയും മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ ജിജോ കുര്യൻ, കൺവീനറും മണ്ഡലം പ്രസിഡന്റുമായ ജെയ്സൺ മാത്യു, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VM കുര്യാക്കോസ്, ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ IMTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് വറീദ് ചിറ്റിലപ്പിള്ളി, K ബിരേഷ്, സ്ഥാനാർത്ഥി നിഷ ജിനി തുടങ്ങിയവർ സ്ഥലത്തെത്തി പ്രതിഷേധം രേഖപ്പെടുത്തി. തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.